നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, PLMന്റെ ലക്ഷ്യം. ഇതിനിടയിൽ വീണ്ടും കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനയാണ് കോൺഗ്രസ് MP ശശി തരൂർ നടത്തിയിരിക്കുന്നത്. ഏറെ വിജയപ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു അടിയാകാനുള്ള സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി ഒരു സ്ത്രീ വിരുദ്ധ പാർട്ടിയാണ് എന്നത് ഇവിടെ തരൂർ പറഞ്ഞതായി തന്നെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസ് സ്ത്രീ വിരുദ്ധ പാർട്ടിയാണ് എന്ന് ശശി തരൂർ സമ്മതിച്ചതായിട്ടാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിൽ ഇപ്പോൾ വന്നിരിക്കുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇതിനു മുൻപും കോൺഗ്രസ് സ്ത്രീ വിരുദ്ധ പാർട്ടി ആണ് എന്ന് അതിനുള്ള തെളിവുകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. BJP നേതാവായ പത്മജ വേണുഗോപാൽ അടക്കം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ അവർ അനുഭവിച്ച ദുരനുഭവങ്ങളെ പറ്റിയും. എന്നാൽ ഇപ്പോൾ തരൂർ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത് വലിയ തലവേദനയായി മാറുകയും കോൺഗ്രസ് പാർട്ടിക്കെതിരെയുള്ള ഒരു ആയുധമാക്കി തന്നെ ഇതിനെ മാറ്റാൻ BJP ശ്രമം നടത്തുമെന്നതിലും സംശയമില്ല. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷമുള്ള ഫോട്ടോഷൂട്ടിനിടെ ഇരുവരും നടത്തിയ ഒരു സംഭാഷണത്തെക്കുറിച്ചാണ് റിജിജു ഇപ്പോൾ മനസ്സ് തുറന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് ഈ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം പിരിഞ്ഞതിന് ശേഷം അതിന് പിന്നാലെയാണ് കിരൺ റിജിജുവിനൊപ്പമുള്ള ചിത്രം ശശി തരൂർ പങ്കുവച്ചിരിക്കുന്നത്. തന്നെ ആർക്കും മഹിളാ വിരുദ്ധൻ എന്ന് വിളിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രമന്ത്രിയോട് താൻ തമാശയായി പറഞ്ഞതായും തരൂർ എക്സിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ പിന്നാമ്പുറ കഥയാണ് റിജിജു ഇപ്പോൾ അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഒരുപക്ഷെ സ്ത്രീവിരുദ്ധമായിരിക്കാം, പക്ഷേ ഒരു സ്ത്രീ ശശി തരൂരിനെ സ്ത്രീവിരുദ്ധനായി തന്നെ കാണുന്നില്ല എന്നതാണ് തരൂർ എന്നോട് പറഞ്ഞതായി തന്നെ ഇപ്പോൾ റിജിജു വെളിപ്പെടുത്തിയിരിക്കുന്നത്. തരൂരിന്റെ ഈ വിലയിരുത്തലിനോട് താൻ പൂർണ്ണമായും യോജിക്കുന്നുവെന്നും റിജിജു വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് സ്ത്രീവിരുദ്ധമാണ് എന്ന് തരൂർ സമ്മതിച്ചോ എന്ന ചോദ്യത്തിന് അതായിരുന്നു തരൂർ അർത്ഥമാക്കിയത് എന്നതായിരുന്നു റിജിജു വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു തരത്തിൽ തന്നെ കോൺഗ്രസ് സ്ത്രീവിരുദ്ധമാണ് എന്ന് അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തരൂർ സ്ത്രീവിരുദ്ധനല്ല എന്നും എന്നാൽ അദ്ദേഹത്തിന്റെ പാർട്ടി അങ്ങനെയാണ് എന്നും അത് ഞാനും അംഗീകരിച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ, അതായത് റിജിജുവിന്റെ മറുപടി. പാർലമെന്ററി കാര്യമന്ത്രിയായ റിജിജുവിനെ ചാമിങ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു തരൂർ ചില ചിത്രങ്ങൾ പങ്കുവച്ചത്. സ്ത്രീ ശാക്തീകരണത്തിന് താൻ അനുകൂലമാണ് എന്നും എന്നാൽ മണ്ഡല പുനർനിർണയവും പോലുള്ള അപകടകരമായ കാര്യങ്ങളുമായി അതിനെ ബന്ധിപ്പിക്കരുതെന്നും തരൂർ മുൻപ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വന്തം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരൂരിലെ വാക്കുകൾ ഇതെന്ത് തന്നെയായാലും BJP രാഷ്ട്രീയം അവരുടെ ആ ഒരു രാഷ്ട്രീയപരമായ രീതിയിൽ ഇത് ആയുധമാക്കാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ്. കിരൺ റിജിജുവിന്റെ പുതിയ വെളിപ്പെടുത്തലിൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. തരൂരും റിജിജുവും തമ്മിലുള്ള ഈ സൗഹൃദ സംഭാഷണവും അതിന് പിന്നാലെയുണ്ടായ രാഷ്ട്രീയ വിവാദവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.